സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തൊരു കാണാം കേട്ടോ. നമ്മൾ ഇവിടെ വെച്ചാൽ നിർത്തിയത് ആസിഡും ബേസും തമ്മിലുള്ള ഡിഫറൻസ്. ഏതൊക്കെയാണ്? ആസിഡിന് പുളിരുചിയുണ്ട് അല്ലേ, ഹാവ് എ സോർ ടേസ്റ്റ്. പിന്നെന്താണ്? ടേൺ ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. ബ്ലൂ കളറിലുള്ള ലിറ്റ്മസ് പേപ്പറിന് എന്ത് ചെയ്യാണ്? റെഡ് കളറാക്കാണ്. പിന്നെ ഫിനോഫ്തലിൻ ചേർത്താൽ എന്ത് നിറം? നിറമാറ്റം ഉണ്ടാവില്ല. ആസിഡിൻ്റെ കാര്യമാണ് കേട്ടോ പറയണേ. ഫിനോഫ്തൽ ചേർത്താൽ എന്താണ്? നിറമാറ്റം ഉണ്ടാവില്ല. പിന്നെ ഡസ് നോട്ട് ചേഞ്ച് കളർ വിത്ത് ഫിനോഫ്തലിൻ. മീതയിൽ ഓറഞ്ച് ചേർക്കുമ്പോഴും ആസിഡിൽ പിങ്ക് അല്ലെങ്കിൽ ചുവപ്പ് നിറം ഉണ്ടാവും അല്ലേ. അപ്പം ടേൺ റെഡ് ടു ഓറഞ്ച്, ആഡ് മീതയിൽ ഓറഞ്ച്. നിങ്ങളേതായ സിമ്പിൾ ഇംഗ്ലീഷിലൊക്കെ എഴുതാട്ടോ, കുഴപ്പമൊന്നുമില്ല. ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും നോക്കൂല. ആൻസർ കറക്റ്റാണോ എന്ന് മാത്രമേ നോക്കുള്ളൂ കേട്ടോ. കട്ടിയുള്ള ഇംഗ്ലീഷാണ്, ബുദ്ധിമുട്ടുള്ള വാക്കുകളാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി വയ്ക്കാം. എന്നിട്ട് നിങ്ങളുടേതായൊരു ലാംഗ്വേജിൽ നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. ബേസിൻ്റെ കാര്യമാണ് ഇനി പറയണേ. ബേസിന് എന്താണ്? കയ്പ്പ് രുചിയാണ്. എന്താണ് പറയുക? ഹാവ് എ ബിറ്റർ ടേസ്റ്റ്. ഹാവ് എ ബിറ്റർ ടേസ്റ്റ് അല്ലെങ്കിൽ ബിറ്റർ ടേസ്റ്റ് അങ്ങനെ എഴുതിയാലും മതി ബേസിൻ്റെ താഴെ. പിന്നെ എന്താണ്? റെഡ് ലിറ്റ്മസ് പേപ്പറിന് എന്താക്കും? ബ്ലൂ കളറാക്കും അല്ലേ. പിന്നെ ഫിനോഫ്തലിൻ ആഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? പിങ്ക് കളറാവും. ബേസിൽ എന്താണ്? പിങ്ക് കളറാവും. ടേൺ പിങ്ക് കളർ, ആഡ് ഫിനോഫ്തലിൻ. മീതയിൽ ഓറഞ്ചിൻ്റെ എന്താവും? മഞ്ഞ നിറമാവും അല്ലേ. ബേസിൽ എന്താണ്? യെല്ലോ കളറാണ് ആവാം. അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ബാക്കി ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. നമ്മൾ കഴിക്കുന്ന പല ആഹാര പദാർത്ഥങ്ങളിലും എന്തുണ്ട്? ആസിഡുകളുണ്ട് അല്ലേ. അപ്പോൾ ഈ ആസിഡുകൾ പല തരത്തിലും നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ രുചിയുള്ള ഭക്ഷണങ്ങളിലെല്ലാം പല ഭക്ഷണങ്ങളിലും എന്താണ്? പഴവർഗ്ഗങ്ങളിലടക്കം എന്തുണ്ട്? ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളും ഫുഡ് ഐറ്റംസും അതിലടങ്ങിയിട്ടുള്ള ആസിഡുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബോക്സ് പഠിച്ച് വെക്കാം കേട്ടോ. കാണാപ്പാഠം പഠിച്ച് വെക്കാം. അല്ലെങ്കിൽ അതുമായിട്ട് നമ്മൾ എന്തെങ്കിലും കോഡൊക്കെ യൂസ് ചെയ്തിട്ടായാലും ഓർക്കാൻ സിമ്പിളായിട്ടൊക്കെ എങ്ങനെയായാലും അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ച് വെക്കുക. പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കുമായൊരു ബോക്സ്. നമുക്കറിയാം നെല്ലിക്ക ഗൂസ്ബെറി, അതിൽ ധാരാളമായിട്ട് വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ടെന്ന് അറിയാം അല്ലേ. ഈ വൈറ്റമിൻ സി ആണ് എന്ത്? അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ സി ആണ് എന്ത്? അസ്കോർബിക് ആസിഡ്. അപ്പോൾ നെല്ലിക്കയിലടങ്ങിയ ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? അസ്കോർബിക് ആസിഡാണ്. അതാണ് നമ്മുടെ ആ നെല്ലിക്കയ്ക്ക് എന്ത് കൊടുക്കുന്നത്? ഒരു പുളിപ്പ് രസമില്ലേ. നമ്മൾ നെല്ലിക്ക കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരുന്നില്ലേ, സോർ ടേസ്റ്റ്. അതിന് കാരണം എന്താണ്? ഈ അസ്കോർബിക് ആസിഡാണ്. ഇനി അടുത്ത ഫുഡ് ഐറ്റംസ് ആണ് ബട്ടർ മിൽക്കും കേടും. നമുക്കറിയാം പാലിൽ എന്തുണ്ട്? ലാക്ടോസ് ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞൂടെ. അപ്പോൾ ഈ ലാക്ടോസ് എന്ത് ചെയ്യാണ്? പാലിനൊരു മാറ്റം സംഭവിക്കുന്നതാണ് എന്ത്? ബട്ടർ മിൽക്കും കേടും. അപ്പോൾ അതിലടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ലാക്റ്റിക് ആസിഡ് അല്ലേ, കണക്ട് ചെയ്തിട്ട് ആ രീതിയിലൊന്ന് പഠിച്ചുകൂടെ. അപ്പോൾ തൈരിലും മോരിലൊക്കെ ഉള്ള ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ്. എന്താണ്? ലാക്റ്റിക് ആസിഡ്. ഇനി വിനെഗർ നമുക്കറിയാം അസറ്റിക് ആസിഡ് അല്ലേ. വിനെഗർ എന്താണ്? അസറ്റിക് ആസിഡ്. ഇത് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കേടാവാതെ സൂക്ഷിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഓരോ ആസിഡിനും നമ്മളെ പല തരത്തിൽ നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അതും നമ്മൾ ഈ ക്ലാസ്സിൽ പറയും. അപ്പോൾ വിനെഗർ എന്താണ്? അസറ്റിക് ആസിഡ്. ലെമണിൽ എന്താണ്? സിട്രിക് ആസിഡ്. ലെമണിൽ എന്താണുള്ളത്? സിട്രിക് ആസിഡ്. വിനാഗിരിയിൽ അസറ്റിക് ആസിഡാണ്, നാരങ്ങയിൽ സിട്രിക് ആസിഡാണ്. ടമരിൻഡ് രണ്ടും ടായിലാണല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ടമരിൻഡ് ടാറ്റാറിക് ആസിഡ്. ടമരിൻഡ് പുളി കറുത്ത് ടാറ് പോലെ ഇരിക്കുന്നത്, അപ്പം അങ്ങനെ കണക്ട് ചെയ്തുകൂടെ. ടമരിൻഡ് ടാറ്റാറിക് ആസിഡ്. ആപ്പിൾ എന്താണ്? മാലിക് ആസിഡാണ്. ആപ്പിൾ എന്താണ്? മാലിക് ആസിഡ്. ഗൂസ്ബെറി നമുക്കറിയാം നെല്ലിക്ക എന്താണ് പറഞ്ഞത്? അസ്കോർബിക് ആസിഡ്. ടൊമാറ്റോ ഓക്സാലിക് ആസിഡ്. ടൊമാറ്റോ എന്താണ്? ഓക്സാലിക് ആസിഡ്. ഇത് കാണാപ്പാഠം പഠിക്കുക, എഴുതി പഠിക്കുക, എന്തെങ്കിലും കോഡ് ഉപയോഗിച്ച് പഠിക്കുക, എങ്ങനെയായാലും ഇത് പഠിക്കണം. നിങ്ങൾ പരീക്ഷയ്ക്ക് ഇത് എന്തായാലും ചോദിക്കൂ കേട്ടോ. അപ്പോൾ ബട്ടർ മിൽക്ക് ലാക്റ്റിക് ആസിഡ്, വിനെഗർ അസറ്റിക് ആസിഡ്, ലെമൺ നാരങ്ങ സിട്രിക് ആസിഡ്, ടമരിൻ്റെ പുളി ടാറ്റാറിക് ആസിഡ്, ആപ്പിൾ മാലിക് ആസിഡ്, ഗൂസ്ബെറി അസ്കോർബിക് ആസിഡ്, ടൊമാറ്റോ ഓക്സാലിക് ആസിഡ്.
ഇനി പാല് തൈരാവുന്നത് എങ്ങനെയാണെന്നാണ്. നമുക്കറിയാം പാലിൽ എന്തുണ്ട്, ലാക്റ്റിക് ആസിഡ് ഉണ്ട്. ഈ പാല് തിളപ്പിച്ച് കണ്ടിട്ടില്ലേ, വീട്ടിൽ തിളപ്പിച്ച് കുറച്ച് കഴിഞ്ഞ് ചൂടാറിയെന്ന് കാണുമ്പോൾ എന്തൊഴിക്കും, കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കും. അല്ലാതെ പാല് വെറുതെ തിളപ്പിച്ച് വെച്ചാൽ തൈരായി മാറൂല അല്ലേ. കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴത്തേനും അതെന്തായിട്ടുണ്ടാവും, തൈരായി മാറിയിട്ടുണ്ടാവും. ഈ തൈരിൽ എന്തുണ്ട്, നമ്മളുടെ ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. ഈ തൈരിൽ എന്താണുള്ളത്, ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ട്. അപ്പം ഈ തിളപ്പിച്ച് ചൂടാറ്റി വെച്ച പാലിലേക്ക്, തണുത്ത പാലിലേക്ക് നമ്മൾ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുകയാണ് അല്ലേ. ആ തൈര് ഒഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ തൈരിൽ ഒഴിക്കുന്ന തൈരിൽ എന്തുണ്ട്, ലാക്ടോബാസിലസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ ഉണ്ട്. ഈ ബാക്ടീരിയ എന്ത് ചെയ്യും, ഈ പാലിലേക്ക് വന്ന് വീണു അല്ലേ, ഈ തൈര് കുറച്ച് വീണില്ലേ. അപ്പോൾ ഈ ബാക്ടീരിയകൾ എന്ത് ചെയ്യും, നമ്മുടെ പാലിലുള്ള ലാക്ടോസ് എന്ന് പറഞ്ഞ ഷുഗർ നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ, അതെല്ലാം കഴിച്ചിട്ട് ഈ ബാക്ടീരിയ എന്ത് ചെയ്യും, പെട്ടെന്ന് മൾട്ടിപ്പിൾ ചെയ്യും. അങ്ങനെയാണ് പാൽ എന്തായി മാറുന്നത്, തൈരായിട്ട് മാറുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കും, ഈ ബാക്ടീരിയ ലാക്ടോബാസിസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ അല്ലേ, അത് നമുക്ക് ദോഷമല്ലേ എന്നൊക്കെ ചിന്തിക്കും. അങ്ങനെയല്ല, എല്ലാ ബാക്ടീരിയകളും എന്തെല്ലാം നമുക്ക് ദോഷമല്ല. ചില ബാക്ടീരിയകളൊക്കെ നമ്മൾക്ക് എന്താണ്, ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നതാണ്. ഇപ്പം ആസിഡുകൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ആസിഡുകളുണ്ട്. അതുപോലെ തന്നെ ബാക്ടീരിയകളിലും നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ബാക്ടീരിയകളുണ്ട്. അപ്പം നമ്മൾക്ക് ഒരുപാട് ഗുണമുള്ള ഒരു ബാക്ടീരിയയാണ് ആര്, ലാക്ടോബാസിസ് എന്ന് പറയുന്ന ഈ ബാക്ടീരിയ. ഇത് നമ്മളെ ദഹനത്തിന് സഹായിക്കും, പിന്നെ വയറിളക്കം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ സഹായിക്കും. അപ്പോൾ നമ്മുടെ ക്ഷീണം മാറാനും ദഹനം എളുപ്പമാക്കാനും ഡൈജഷനൊക്കെ പ്രോപ്പറായി നടക്കാനൊക്കെ സഹായിക്കുന്ന ബാക്ടീരിയയാണ് ആര്, ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ഈ ബാക്ടീരിയ. അപ്പോൾ തൈരിൽ ഈ ലാക്ടോബാസിലസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ ഉണ്ട്. അത് ഒഴിച്ച് പാലിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും, പാലിലുള്ള ആ ഗ്ലൂക്കോസ്, അതിൻ്റെ പാലിലുള്ള എന്താണ് ലാക്ടോസ് എന്ന് പറഞ്ഞാൽ ഷുഗർ എടുത്തിട്ട് ഈ ബാക്ടീരിയകൾ എന്ത് ചെയ്യും, ഒരുപാട് വളരും, കുറേ അവിടെ പെറ്റുപെരുകും. അങ്ങനെയാണ് പാൽ എന്തായി മാറുന്നത്, തൈരായിട്ട് മാറുന്നത്. ഈ ബാക്ടീരിയകളുടെ ഫലമായിട്ടാണ് അവിടെ ആരുണ്ടാവുന്നത്, ലാക്റ്റിക് ആസിഡ് ഉണ്ടാവുന്നത്. ഈ ലാക്റ്റിക് ആസിഡാണ്, ലാക്ടോബാസിലസ് ആണ് എന്തുണ്ടാക്കുന്നത്, ലാക്റ്റിക് ആസിഡിന് ഉണ്ടാക്കുന്നത്. ഈ ലാക്റ്റിക് ആസിഡാണ് തൈരിന് എന്ത് നൽകുന്നത്, പുളിപ്പ് രസം നൽകുന്നത്. അപ്പം ആസിഡ് വന്ന ഒരു പുളിരസം വരുമല്ലോ അല്ലേ, ആ പുളിരസത്തിന് കാരണം ആരാണ്, ലാക്റ്റിക് ആസിഡാണ് കേട്ടോ. ലാക്ടോബാസിലസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ അല്ല, ലാക്റ്റിക് ആസിഡാണ് എന്തിന് നൽകുന്നത്, തൈരിന് പുളിപ്പ് നമ്മളുടെ വീട്ടിൽ ഉള്ള ആസിഡുകളും ബേസുകളും ഒക്കെ നമുക്ക് മനസ്സിലായി. ആസിഡ്സ് ഏതൊക്കെയാണ്, പുളിയിലുണ്ട്, നാരങ്ങ നീരിലുണ്ട്, വിനാഗിരിയിലുണ്ട്, തക്കാളിയിലുണ്ട്, എന്തിന് നമ്മുടെ ആപ്പിളിൽ പോലും തൈരിൽ പോലും ആരുണ്ട്, ആസിഡുകളുണ്ട്. അതുപോലെ ബേസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, നമ്മുടെ സോപ്പ്, ചുണ്ണാമ്പ്, ഇതൊക്കെ എന്താണ്, ബേസാണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുള്ളവയാണല്ലേ. ഇനി വീട്ടിലല്ലാതെ ലബോറട്ടറികളിലും എന്തുണ്ട്, ആസിഡുകളും ബേസുകളും ഉണ്ട്. അപ്പോൾ അവയുടെ പേരുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയില്ല, ലാബിലില്ലേ ആസിഡും ബേസൊക്കെ ലാബുകളിലില്ലേ, അത് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡ് കേട്ടിട്ടില്ലേ നിങ്ങൾ, നമ്മുടെ ദഹന പ്രക്രിയയെ സഹായിക്കുന്ന സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന ഒരു ആസിഡാണ് HCl. അത് ലബോറട്ടറികളിലും കാണാൻ സാധിക്കും അല്ലേ. ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ്. നിങ്ങൾക്കറിയാവുന്ന വേറെ ആസിഡുകളുടെ പേരൊക്കെ ഉണ്ടെങ്കിൽ എഴുതാട്ടോ. ഏത് എഴുതിയാലും കുഴപ്പമില്ല, അത് ആസിഡ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആസിഡുകളുടെ പേരേതൊക്കെയാണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ്. ബേസുകൾ ഏതൊക്കെയാണ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചുണ്ണാമ്പ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, അതിൻ്റെ പേരാണ് കാസ്റ്റിക് സോഡ. ബ്രാക്കറ്റിലുള്ളതും പഠിച്ചു വെക്കണം കേട്ടോ. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, കാസ്റ്റിക് പൊട്ടാഷ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡാണ് ചുണ്ണാമ്പ്, സോഡിയം ഹൈഡ്രോക്സൈഡാണ് കാസ്റ്റിക് സോഡ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡാണ് കാസ്റ്റിക് പൊട്ടാഷ്.
ഇനി ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ട് കണ്ടില്ലേ, ഒരാൾ റബ്ബറിൻ്റെ പാല് അല്ലെ കട്ടിയാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് ഫോമിക് ആസിഡ് ഒഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടിന്ന് തുറന്നപ്പോൾ കണ്ണിലേക്ക് തെറിച്ചു എന്നാണ് പറയണേ. അപ്പം ആസിഡ് കണ്ണിൽ നല്ല ദേഹത്ത് ഇത്തിരി വീര്യം കൂടിയ ആസിഡുകളൊക്കെ ആണെങ്കിൽ എന്താണ് നമ്മുടെ കണ്ണൊക്കെ ശരീരം വരെയും പൊള്ളിപ്പോവും അല്ലേ. നമുക്കറിയാമല്ലേ, ചില ആസിഡുകളൊക്കെ വീണാൽ നമ്മുടെ അസ്ഥിക്കൂടം വരെയും കാണാൻ പറ്റും. ചിലത് വീഴുമ്പോൾ വീര്യം കുറയണതനുസരിച്ച് നമുക്ക് എന്താണ് അപകടം കുറഞ്ഞു വരും. അപ്പം ആസിഡ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇനി ആൽക്കലി ആയാലും ആസിഡ് ആയാലും നമ്മൾ എന്താണ് കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ വേണം. ചില ആസിഡുകൾക്ക് എന്താണ് ഭയങ്കര വീര്യം കൂടിയ ആസിഡുകളായിരിക്കും. അതൊക്കെ നമ്മുടെ കയ്യുമ്മ വീണ് കഴിഞ്ഞാൽ പൊള്ളും, നമ്മുടെ പ്രാണം പോകും. വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയായിരിക്കും. അതുമാത്രമല്ല അതിൻ്റെ ഷേപ്പ് അടക്കം മാറും നമ്മുടെ ആ ശരീരഭാഗത്തിൻ്റെ. കണ്ടിട്ടില്ലേ ആസിഡ് പൊള്ളലൊക്കെ ഏറ്റിട്ടുള്ള വ്യക്തികളൊക്കെ. അപ്പോൾ നമ്മൾ ഈ ആസിഡുകൾ എന്ത് ചെയ്ത് കെയർലെസ് ആയിട്ടൊന്നും എടുക്കരുത്. വളരെ ശ്രദ്ധിച്ച് വേണം ആസിഡുകൾ എടുക്കാൻ. കണ്ണിൽ അല്ലെങ്കിൽ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ വീണ എന്താണ് കാഴ്ച ശക്തിയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും അല്ലേ. അപ്പോൾ അങ്ങനെ അബദ്ധവശത്തിൽ കണ്ണിലേക്കോ ദേഹത്തോ വീണ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ആകെയുള്ള ട്രീറ്റ്മെൻറ്റ്. അത് വീര്യം കൂടുന്തോറും എന്താണ് നമ്മൾ എന്തൊഴിച്ചാലും നമുക്ക് ആ വേദന മാറാൻ വേണ്ടി ഇങ്ങനെ വേദനയും മാറത്തൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. വീര്യം കുറവുള്ളതാണെങ്കിൽ ചെറിയൊരു പൊള്ളലുകളോ എന്തെങ്കിലും ഒരു പാടുകൾ മാത്രം വന്നുകൊണ്ട് അത് നമ്മൾ റിക്കവർ ചെയ്ത് പോരും. അപ്പം അങ്ങനെ വീണ് കഴിഞ്ഞാൽ ധാരാളം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നാണ് പറയാം. അപ്പം നമ്മൾ ഈ ആസിഡുകൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടതെന്നാണ് പറയുന്നത്. ആസിഡിൻ്റെ കുപ്പി തുറക്കുമ്പോഴാവട്ടെ എങ്ങനെയായിക്കോട്ടെ നമ്മുടെ ശരീരത്തിൽ വീഴാതെ നമ്മൾ എന്ത് ചെയ്യണം, അത് ശ്രദ്ധിക്കണം അല്ലേ. നമ്മുടെ ആസിഡ് ഡോണ്ട് ഫാൾ ഇൻ ടു അവർ ബോഡി. അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് വേർഡുകൾ യൂസ് ചെയ്തും എഴുതാട്ടോ. അപ്പം നമ്മുടെ ശരീരത്തിൽ വീഴാതെ ശ്രദ്ധിക്കണം. പിന്നെന്താണ്, ഡോൺ സ്മെല്ല്, മണത്ത് നോക്കാൻ പാടുണ്ട, ഇല്ല, നമ്മൾ മണത്ത് നോക്കാൻ പാടില്ല. പിന്നെന്താണ്, ഡോൺ ടേസ്റ്റ്, നമ്മൾ ടേസ്റ്റ് പുളിരസമാണെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ആസിഡിന്. അപ്പം ഇത്തിരി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, ഇതിന് പുളിരസം ഉണ്ടെങ്കിൽ ഇത് ആസിഡാണ്, അങ്ങനെയാണ് നമ്മൾ നോക്കാം. അപ്പോൾ അങ്ങനെയുള്ള ലബോറട്ടറിയിലുള്ള ലബോറട്ടറിയിൽ നിന്നുള്ള ആസിഡുകൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പാടില്ല, സ്മെല്ല് ചെയ്ത് നോക്കാൻ പാടില്ല. പിന്നെന്താണ്, ഡോൺ ടച്ച് വിത്ത് ഹാൻഡ്സ്, നമ്മൾ നേരെ കൈകൊണ്ട് പോയിട്ട് തൊട്ട് പിടിക്കാനൊന്നും പാടില്ല. യൂസ് എ ഡ്രോപ്പർ വിൽ ടേക്കിംഗ് ഔട്ട് ആസിഡ് ഫ്രം എ ബോട്ടിൽ. നമ്മൾ ഡ്രോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടിട്ടില്ലേ, ഒരു റബ്ബർ ട്യൂബിൻ്റെ ഒരു സൈഡ് ഏറ്റവും അറ്റത്തൊരു റബ്ബർ ട്യൂബ് പോലെയും പിന്നെ ഒരു ടെസ്റ്റ് ട്യൂബ് അല്ല പിപ്പറ്റ് പോലത്തെ ഒരു കാര്യം ഉണ്ടാവും. അപ്പോൾ ഈ റബ്ബർ ട്യൂബിൻ്റെ ഭാഗം ഇങ്ങനെ ഞെക്കിയിട്ട് നമ്മൾ ഡ്രോപ്പർ കണ്ടിട്ടില്ലേ മക്കളെ, ചെവിട്ടിലും മൂക്കിലൊക്കെ മരുന്നൊഴിക്കുന്ന കുഞ്ഞു വാവകൾക്ക് വായയിൽ വൈറ്റമിൻ്റെ മരുന്ന് കൊടുക്കുന്ന കണ്ടിട്ടില്ലേ ഡ്രോപ്പർ, അതുപോലത്തെ വലുതുണ്ടാവും ലബോറട്ടറിയിൽ. അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ആ റബ്ബർ പോലത്തെ ഭാഗം നമ്മൾ ഇങ്ങനെ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആ മരുന്ന് കയറി വരൂലേ, അതേപോലത്തെ ഇത് യൂസ് ചെയ്തിട്ട്, അതാണ് ഡ്രോപ്പർ. അത് വലുതുണ്ടാവും കേട്ടോ ലബോറട്ടറിയിൽ. അത് യൂസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ആസിഡ് നമ്മൾ എടുക്കാനായിട്ട്. യൂസ് എ ഹോൾഡർ വിൽ യൂസിങ് എ ടെസ്റ്റ് ട്യൂബ്. ഇനി ടെസ്റ്റ് ട്യൂബിലേക്ക് ആസിഡ് ഒഴിക്കുമ്പോഴെന്താണ് കൈകൊണ്ട് ടെസ്റ്റ് ട്യൂബിനെ പിടിച്ചിട്ട് കുപ്പിയെടുത്ത് കമത്താൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഹോൾഡർ അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് റാക്ക് ഉണ്ടാവും ടെസ്റ്റ് ട്യൂബ് വയ്ക്കണൊക്കെ, അതിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഹോൾഡർ യൂസ് ചെയ്തിട്ടൊക്കെ വേണം എന്ത് ചെയ്യാനായിട്ട്, ആസിഡ് നമ്മൾ ഒഴിക്കാനായിട്ട്. ആസിഡ് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. സ്മെല്ല് ചെയ്യരുത്, എന്ത് ചെയ്യരുത്, കൈകൊണ്ട് തൊടരുത്, മണത്ത് നോക്കരുത്, ടേസ്റ്റ് നോക്കരുത് അല്ലേ. ഡ്രോപ്പർ യൂസ് ചെയ്തിട്ട് വേണം ആസിഡ് എടുക്കാനായിട്ട്. പിന്നെന്താണ്, ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ യൂസ് ചെയ്തിട്ട് വേണം ടെസ്റ്റ് ട്യൂബിലേക്ക് ആസിഡ് ഒഴിക്കാനായിട്ട്. ഇനി നമ്മളെല്ലാവരും ഉറുമ്പ് കടിച്ചിട്ട് നമുക്കെന്താ നല്ല വേദന അനുഭവപ്പെടാറുണ്ട് അല്ലേ. അതെന്തുകൊണ്ടാണ്? ഈ ഉറുമ്പിന് എന്താണ് ആസിഡ് ഉണ്ട് ഉറുമ്പിൻ്റെ ശരീരത്തിൽ, അതിൻ്റെ പേരാണ് ഫോമിക് ആസിഡ്. ഉറുമ്പ് നമ്മളൊരു കടി അടിച്ചിട്ട് ഭയങ്കര ഫോമിൽ അങ്ങോട്ട് പോകും അല്ലേ. അങ്ങനെ ചിന്തിച്ച് നോക്കാം. അപ്പോൾ ഉറുമ്പിൽ എന്താണ്ട് ഫോമിക് ആസിഡ് ഉണ്ട്. ഈ ഫോമിക് ആസിഡ് നമ്മുടെ ശരീരത്തിലേക്ക് വീഴുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത്, ഒരു ഉറുമ്പടിക്കുമ്പോഴത്തെ ഒരു പുകച്ചിൽ പോലത്തെ ഒരു വേദന വരുന്നില്ലേ, അത് ഈ ഫോമിക് ആസിഡ് ഉള്ളത് കൊണ്ടാണ്. സൂചകങ്ങൾ, ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്നവയാണ് നമ്മൾ എന്തെന്ന് പറയാം, സൂചകങ്ങൾ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഈ മീഥൈൽ ഓറഞ്ച്, ഫിനോഫ്തലിൻ, നീല ലിറ്റ്മസ് പേപ്പർ, ചുവന്ന
റിക്മസ് പേപ്പർ. ഇതൊക്കെ എന്താണ്? നമ്മുടെ സൂചകങ്ങളാണല്ലേ. ഇനി സൂചകങ്ങൾ ചേർത്തപ്പോഴുണ്ടായ നിറം മാറ്റം ഓരോന്നിലും നോക്കാനാണ് പറഞ്ഞത്. ഒന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡ്, രണ്ട് സൾഫ്യൂരിക് ആസിഡ്, പിന്നെ സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും. അപ്പം ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണം, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും എന്താണ്? ആസിഡുകളാണ്. അത് പേരിൽ തന്നെ ഉണ്ടല്ലേ, രണ്ടും ആരാണ്? ആസിഡാണ്. ഇനി സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ആരാണ്? ബേസാണ്. ഓക്കെ, ആദ്യത്തെ രണ്ടെണ്ണം ആസിഡും രണ്ടാമത്തെ രണ്ടെണ്ണം ബേസും ആണ്. അപ്പം മക്കൾ പറഞ്ഞ നമ്മൾ നേരത്തെ ബോക്സ് എഴുതി പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. മീഥൈൽ ഓറഞ്ച്. മീഥൈൽ ഓറഞ്ച് ആസിഡിൽ എന്ത് നിറമായിരിക്കും ഉണ്ടായിരിക്കുക? മീഥൈൽ ഓറഞ്ച് ആസിഡിൽ പിങ്ക് അല്ലെങ്കിൽ റെഡ് കളറായിരിക്കും അല്ലേ. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡും സൾഫ്യൂരിക് ആസിഡിൻ്റെയും അവിടെ എന്ത് എഴുതണം? പിങ്ക് ഓർ റെഡ്. ഓക്കെ, ഇനി ബേസിൽ എന്ത് നിറമായിരിക്കും ഉണ്ടാവുക? സോഡിയം ഹൈഡ്രോക്സൈഡിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലും എന്ത് നിറമായിരിക്കും ഉണ്ടായിരിക്കുക? യെല്ലോ. ഓക്കെ, അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ താഴെ യെല്ലോ എന്ന് എഴുതാം, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ താഴെ യെല്ലോ, മഞ്ഞ നിറം അല്ലേ, മഞ്ഞ. മീഥൈൽ ഓറഞ്ച് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ താഴെ എന്താണ്? റെഡ് ഓർ പിങ്ക്. സൾഫ്യൂരിക് ആസിഡിൻ്റെ താഴെ എന്താണ്? റെഡ് ഓർ പിങ്ക്. സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ താഴെ യെല്ലോ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ താഴെ യെല്ലോ. ഇനി ഫിനോഫ്തലിൻ. ഫിനോഫ്തലിൻ എന്ത് കളറായിരിക്കും? ആസിഡിൽ നമുക്കറിയാം എന്താണ്? കളർലെസ് ആണെന്ന് നമ്മൾ പഠിച്ചു. ആസിഡിൽ എന്താണ്? കളർലെസ് ആണ്. അപ്പോൾ പറഞ്ഞ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ എന്തായിരിക്കും? കളർലെസ്. സൾഫ്യൂരിക് ആസിഡിലോ? കളർലെസ്. ഇനി സോഡിയം ഹൈഡ്രോക്സൈഡ്, അത് ബേസ് ആണ് അല്ലേ. സോഡിയം ഹൈഡ്രോക്സൈഡിൽ എന്തായിരിക്കും? പിങ്ക് കളറാണ്. ബേസിൽ എന്താണ്? പിങ്ക് കളറാണ്. അപ്പോൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൽ എന്ത് കളർ തന്നെയായിരിക്കും? പിങ്ക് കളറായിരിക്കും. ഇനി ബ്ലൂ ലിറ്റ്മസ് പേപ്പർ. നമുക്കറിയാം ബ്ലൂ ആസിഡ്, ആസിഡിന് എന്താണ്? ചുമപ്പയാണെന്ന് അറിയാം അല്ലേ. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിയേ, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ എന്തായി? റെഡായി. വെരി ഗുഡ്. ഇനി എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡിൽ റെഡായി. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് മുക്കിയപ്പോഴോ? റെഡ്. ഇനി മറ്റേത് രണ്ടും ബേസാണ്. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എന്തായിരിക്കും? ബ്ലൂ കളർ തന്നെയായിരിക്കും. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൽ എന്തായിരിക്കും? യെസ്, ബ്ലൂ കളർ തന്നെയായിരിക്കും. ഇനി റെഡ് ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ എന്ത് കളറായിരിക്കും? റെഡ് തന്നെ ആയിരിക്കും. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ എന്താണ്? റെഡ്. സൾഫ്യൂരിക് ആസിഡിൽ എന്താണ്? റെഡ്. ഇനി സോഡിയം ഹൈഡ്രോക്സൈഡിൽ എന്താണ്? ബ്ലൂ അല്ലേ. ബേസിൽ റെഡ് ലിറ്റ്മസ് പേപ്പർ എന്തായി മാറും? ബ്ലൂ. ഇനി നമ്മുടെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൽ എന്തായിരിക്കും? ബ്ലൂ. ഓക്കെ, ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ശരീരത്തിനുള്ളിൽ ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആരാണ് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത്? നമ്മുടെ സ്റ്റൊമക്കാണല്ലേ. ആമാശയത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അത് നമ്മളുടെ വളരെ വീര്യം കൂടിയൊരു ആസിഡാണ്. നമ്മുടെ ശരീരത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്നത് വളരെ വീര്യം കൂടിയൊരു ആസിഡാണ്. എന്തിനു വേണ്ടിയിട്ടാണത്? നമ്മൾ കഴിക്കുന്ന ശരീരത്തിലുള്ള പാത്തോജൻസ്, അതായത് വല്ല ബാക്ടീരിയയോ നമ്മളൊക്കെ വല്ല അസുഖങ്ങൾ ഉണ്ടാക്കുന്ന വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കില്ല് ചെയ്യാനായിട്ട്, കൊന്നുകളയാനും പിന്നെ നമ്മളെ ദഹനം വേഗത്തിലാവാനും വേണ്ടിയിട്ടാണ് എന്ത് ഇത്രയും വീര്യമുള്ളൊരു ആസിഡ് നമ്മുടെ സ്റ്റൊമക്ക്, ആമാശയം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി ഈ HClൻ്റെ അളവ് കൂടാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തിനൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വരാം. അപ്പോൾ എന്ത് ചെയ്യും? ഈ HCl അവിടെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അല്ലെങ്കിൽ HClൻ്റെ ഉൽപ്പാദനം എന്താണ്? കൂടി. അപ്പോൾ എന്ത് സംഭവിക്കും അവിടെ? നമുക്ക് ആസിഡിറ്റി വന്നു എന്ന് പറയും അല്ലേ. നമുക്ക് ഗ്യാസ് കയറി എന്നൊക്കെ പറയും, കേട്ടില്ലേ? ഭക്ഷണം കഴിക്കാണ്ട് നമുക്ക് ഗ്യാസ് കയറി എന്ന് പറയും ഇല്ലേ. അത് ചിലവർക്ക് പിന്നെ ഓൾറെഡി ഇങ്ങനെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പറയാം. അതിൻ്റെ അർത്ഥം എന്താണ്? അവരിൽ HClൻ്റെ ഉൽപ്പാദനം എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ എന്ത് ചെയ്യും? നമുക്ക് വരുന്ന ഒരു അസുഖത്തെ പറയുന്ന പേരാണ്, ഒരു കണ്ടീഷനെ പറയുന്ന രോഗാവസ്ഥയാണ് എന്ത്? ആസിഡിറ്റി. അങ്ങനെ HClൻ്റെ അളവ്, ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അളവ് കൂടുമ്പോഴുണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് എന്ത്? ആസിഡിറ്റി. ഈ ആസിഡിറ്റി മൂലം കാണിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്? ഗ്യാസ് കയറുമ്പോൾ എന്തൊക്കെ വരും? നെഞ്ചരിച്ചിൽ വരും അല്ലേ. ഗ്യാസ് കയറുമ്പോൾ നെഞ്ചരിച്ചിൽ വരും. പിന്നെ വയറുവേദന വരൂലേ, അബ്ഡോമിനൽ പെയിൻ. പിന്നെ എന്താണ്? നോസിയ എന്ന് വെച്ചാൽ പുളിച്ചു തേട്ടൽ, ഇങ്ങനെ ഛർദ്ദിക്കാൻ വരുന്ന പോലെ നമുക്ക് വരാറില്ലേ, അതാണെന്ത്? പുളിച്ചു തേട്ടൽ.
കോൺസിപ്പേഷൻ, മലബന്ധം, ഇതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് പറയാം. നമുക്ക് ഗ്യാസ് കയറി അല്ലെങ്കിൽ വയറിലൊരു ബുദ്ധിമുട്ട് അല്ലെ, ഗ്യാസ് കയറി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സിംറ്റംസ് ഏതൊക്കെയാണ്? നമുക്ക് കുറേയൊക്കെ നമുക്ക് തന്നെ അറിയുന്നതാണ്. വയറുവേദന വരും, ഒരു പുളിച്ചതായിട്ടിൽ ഛർദ്ദിക്കാൻ വരും, നെഞ്ചിൻ്റെ അവിടെയൊക്കെ ഹാർട്ട് ബേൺ, നെഞ്ചിൻ്റെ അവിടെയൊക്കെ ഒരു വേദന വരും അല്ലേ, ഹൃദയ സംബന്ധമായ വേദന പോലൊക്കെ തോന്നും. പിന്നെ എന്താണ് കോൺസിപ്പേഷൻ, മലബന്ധം വരും. ഇതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ്. ഇനി ആസിഡ് ഇതിന് മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ആൻറ്റസൈഡ്സ് ആണ്. ആൻറ്റസൈഡ്സ് എന്താണ്? ആൻറ്റസൈഡ്സ്. അതാണ് ആസിഡിറ്റിക്ക് മെഡിസിനായിട്ട് കൊടുക്കുന്നത്. അതെന്താണ്? അത് ന്യൂട്രലൈസ് ചെയ്യും, ആസിഡിൻ്റെ വീര്യം കുറയ്ക്കും. ആൻറ്റസൈഡ്സ് എന്താണ് അതിൻ്റെ പേര്? ആൻറ്റസൈഡ്സ്. ആ മെഡിസിനാണ് ആസിഡിൻ്റെ വീര്യം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത്. ഇനി ആസിഡും മെറ്റൽസും എന്താണ്? ആസിഡും മെറ്റൽസും തമ്മിലുള്ള ബന്ധം എന്ന് നമുക്ക് നോക്കാം. ഈ ആസിഡുമായിട്ട് മെറ്റൽസിന് റിയാക്ട് ചെയ്യേണ്ടി വന്നാൽ അത് ആസിഡുകളൊക്കെ എവിടെയാണ് സൂക്ഷിക്കുക? സ്റ്റീൽ ടബിലാണോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാത്രത്തിലൊക്കെ സൂക്ഷിക്കുമോ? പ്ലാസ്റ്റിക്കിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഉരുക്കി പോയിട്ടുണ്ടാവും അല്ലേ പ്ലാസ്റ്റിക്കൊക്കെ. അപ്പോൾ സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കാൻ പറ്റും നമുക്ക് ആസിഡ്? സൾഫ്യൂരിക് ആസിഡിൻ്റെ കുപ്പിയൊക്കെ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലാബിൽ? അതൊക്കെ എന്തിലാണ്? ഒരു ചില്ല് കുപ്പിയിലാണല്ലേ സൂക്ഷിച്ചിട്ടുള്ളത്. അല്ലാതെ നമ്മുടെ വല്ല സ്റ്റീൽ പാത്രങ്ങളിലോ അലുമിനിയം പാത്രത്തിലൊക്കെ ആസിഡ് സൂക്ഷിച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണത്? അത് മെറ്റലുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? ഹൈഡ്രജന് റിലീസ് ചെയ്യും. മനസ്സിലായ? എപ്പോഴൊക്കെയാണോ ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യേണ്ടി വരുന്നത് അപ്പോഴൊക്കെ അവിടെ എന്ത് റിലീസ് ചെയ്യും? ഹൈഡ്രജന് റിലീസ് ചെയ്യും. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ കത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ്. എന്താണ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ? കത്താനായിട്ട് സഹായിക്കുന്ന ഒരു വാതകമാണ്. വെൻ ആസിഡ്സ് റിയാക്ട് വിത്ത് മെറ്റൽസ് ഹൈഡ്രജൻ ഈസ് പ്രൊഡ്യൂസ്ഡ്. അതായത് എപ്പോഴൊക്കെയാണോ ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ഷൻ നടക്കുന്നത് അപ്പോഴൊക്കെ എന്ത് ചെയ്യും? അവിടെ ഹൈഡ്രജനെ റിലീസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആസിഡ്സ് ഒന്നും മെറ്റൽ പാത്രങ്ങളിൽ സൂക്ഷിക്കാൻ പറ്റത്തില്ല. പരീക്ഷയ്ക്ക് ചിലപ്പോൾ 3 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും, എന്തുകൊണ്ട് ആസിഡിനെ മെറ്റൽ പാത്രങ്ങളിൽ സൂക്ഷിക്കുന്നില്ല? അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കും നമ്മുടെ വിനാഗർ അല്ലേ, നമ്മുടെ അച്ചാർ, ഇതൊക്കെ എന്താണ്? അതിലൊക്കെ എന്തുണ്ട്? ഈ ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അച്ചാറുകൾ ചില്ല് പാത്രങ്ങളിൽ സൂക്ഷിക്കണമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് മെറ്റൽ പാത്രത്തിൽ സൂക്ഷിക്കാത്തത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എന്താ? ഈ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ്? റിയാക്ഷൻ നടക്കും. അവിടെ ആസിഡും മെറ്റലും തമ്മിൽ റിയാക്ഷൻ നടക്കും. അതുകൊണ്ടാണ് അതിലെന്താ ചെയ്യാത്തത്? നമ്മൾ ഈ ആസിഡിനെ മെറ്റൽ പാത്രങ്ങളിൽ സൂക്ഷിക്കാത്തത്. അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ടെസ്റ്റ് ട്യൂബിൽ ഒരു മെറ്റലും ഒരു ആസിഡ് ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ഇത്തിരി മെറ്റൽ ഒഴിച്ചിട്ട് നമ്മൾ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ വായ ഭാഗം ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അതിൽ കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ ഗ്യാസ് പുറത്തേക്ക് തള്ളി വരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ കത്തിച്ചു കൊടുത്താൽ തീ ഇങ്ങനെ കത്തണ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൽ നിന്ന് ഹൈഡ്രജൻ റിലീസ് ചെയ്യണത് കാണാം എന്നാണ്. അത് കാണല്ല, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതിൽ നിന്ന് ഹൈഡ്രജൻ റിലീസ് ആവുന്നുണ്ട്. ഹൈഡ്രജനാണ് കത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ്. അപ്പോൾ ആ റിലീസ് ചെയ്തത് ആരാണ്? ഹൈഡ്രജനാണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ. വെൻ ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽസ് ഹൈഡ്രജൻ ഈസ് പ്രൊഡ്യൂസ്ഡ്. ഹൈഡ്രജൻ ഈസ് എ ഫ്ലെയിമബിൾ ഗ്യാസ്. ഹൈഡ്രജൻ കത്താൻ സഹായിക്കുന്ന ഒരു ഗ്യാസാണ്. ഓക്കെ. അപ്പോൾ ആസിഡിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? നമ്മൾ 2-3 നേരത്തെ പറഞ്ഞു. ഏതാണ്? ആസിഡിൻ്റെ ആൽക്കലിൻ്റെ പറഞ്ഞ ആസിഡിൻ്റെ ജനറലായിട്ട് ഉള്ള പ്രോപ്പർട്ടി. ആസിഡിന് എന്ത് ടേസ്റ്റാണുള്ളത്? സോർ ടേസ്റ്റാണ് അല്ലേ, പുളിപ്പ് രസമാണുള്ളത്. പിന്നെ എന്താണ് ആസിഡ് ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ എന്താക്കും? റെഡാക്കും. ഇനിയിപ്പോൾ നമ്മൾ ഒരു പ്രോപ്പർട്ടിയും കൂടി പഠിച്ചല്ല, എന്താണ്? വെൻ ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ ഹൈഡ്രജൻ ഈസ് പ്രൊഡ്യൂസ്ഡ് അല്ലേ. അതൊരു പ്രോപ്പർട്ടി ആയിട്ട് എഴുതിക്കൂടെ? പുതിയൊരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചാലേ. ഓക്കെ. പുളിരുചിയുണ്ട്. പിന്നെന്താണ്? ആസിഡ് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഹൈഡ്രജൻ ഉണ്ടാകുന്നു. അതൊരു പ്രോപ്പർട്ടി ആയിട്ട് എഴുതാം. പിന്നെന്താണ്? നമ്മുടെ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ എന്താക്കാണ്? റെഡ് കളറാക്കി മാറ്റുന്നു. അപ്പോൾ ഈ 3 പ്രോപ്പർട്ടിയും എഴുതാം.
ഇനി അച്ചാറുകൾ ലോഹപാത്രത്തിൽ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കാൻ പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു. ഇങ്ങനെയായിരിക്കും കേട്ടോ ക്വസ്റ്റ്യൻസ് വരാം. എന്തുകൊണ്ടാണ് അച്ചാറിന് ലോഹപാത്രത്തിൽ സൂക്ഷിക്കാൻ പാടില്ലാത്തത്? അല്ലെങ്കിൽ ആസിഡുകളൊക്കെ ലബോറട്ടറിയിൽ ചില്ലുകുപ്പിയിലാണ് കാണുന്നത്, അത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അങ്ങനെയൊക്കെ ഓരോന്നായിട്ടായിരിക്കും ചോദ്യം വരാം. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ഉത്തരം എഴുതണം കേട്ടോ. തൈര്, മോര് ഇവ ചേർത്ത കറികൾ ഉണ്ടാക്കാൻ മൺപാത്രങ്ങളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. കാരണം എന്താണ്? ലോഹപാത്രങ്ങളാവുമ്പോൾ എന്താണ്? അവിടെ ആസിഡ് ലോഹപാത്രവുമായിട്ട് സമ്പർക്കത്തിലായാൽ എന്താണ്? അവിടെ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കപ്പെടും, അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും? റിയാക്ഷൻസ് നടക്കും. അതുകൊണ്ടാണ് എന്ത് യൂസ് ചെയ്യാത്തത്? ലോഹപാത്രങ്ങൾ, മെറ്റൽസ് യൂസ് ചെയ്യാത്തത്. ഓക്കെ. അപ്പോൾ ആസിഡ് എന്ന് പറയുന്നത് നമുക്ക് യൂസുള്ള സാധനമാണോ യൂസ് ഇല്ലാത്ത സാധനമാണോ? ആസിഡ്സിനെ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ടല്ലേ. എന്തൊക്കെയാണെന്ന് ഒരു 3-4 എഴുതാനാണ് പറഞ്ഞത്. ഒരെണ്ണം ഇൻ പിക്കിൾസ്, നമുക്കറിയാം വിനെഗർ അല്ലെ വിനാഗിരി എന്താണ് നമ്മൾ അച്ചാറുണ്ടാക്കുമ്പോൾ ഒഴിക്കും. അത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി നമ്മൾ ഒഴിക്കണത് അല്ലേ. അപ്പം ഇൻ പിക്കിൾസ് നമ്മളുടെ അച്ചാറ് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരും യൂസ് ചെയ്യുന്നുണ്ട്? വിനെഗറിനെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? നമ്മൾ കറ കളയാൻ വേണ്ടിയിട്ട് വിനെഗർ യൂസ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ ചെമ്പ് പാത്രങ്ങളോ എന്തെങ്കിലുമൊക്കെ കറകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ വിനെഗർ എടുത്തിട്ട് ഇതാക്കി കഴിഞ്ഞാൽ ആ കറ അവിടെ പോവും. അപ്പം അതിന് വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ ഉപ്പ്, ഭക്ഷണ പദാർത്ഥങ്ങൾ കേടാവാതിരിക്കും. ഇപ്പോൾ മാങ്ങ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഉപ്പിലിട്ട് വയ്ക്കുന്ന കൂട്ടത്തിൽ കുറച്ച് വിനെഗരിയിൽ കൂടി ഒഴിച്ച് വയ്ക്കൂലേ. അപ്പോൾ എന്താണ്? അത് കേടാവൂല ഒരിക്കലും. അപ്പം അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നിങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി കുറച്ച് ആസിഡുകളുടെ പേരും അവയുടെ ഉപയോഗമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്? അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിനെഗറാണ് അല്ലെ, വിനാഗിരിയാണ്. അപ്പോൾ അതിൻ്റെ യൂസ് എന്താണ് പറഞ്ഞേ? ഭക്ഷണ സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാം. എന്താണ്? ഭക്ഷണ സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാം. ഫോർ ഫുഡ് പ്രിസർവേഷൻ. എന്താണ്? ഫോർ ഫുഡ് പ്രിസർവേഷൻ. പിന്നെ ഫോമിക് ആസിഡ് നമ്മൾ നേരത്തെ ന്യൂസ് വായിച്ചപ്പോൾ മനസ്സിലാക്കിയില്ലേ? ഫോമിക് ആസിഡ് എന്തിനാണ് യൂസ് ചെയ്തത്? റബ്ബർ പാല് കട്ട പിടിക്കുന്നതിന്. ആ ബോക്സിലുണ്ട് കേട്ടോ, റബ്ബർ പാല് കട്ട പിടിക്കുന്നത്. ആ ബ്ലൂ കളർ ഒരു ബോക്സ് കണ്ടിരുന്നില്ല, അതിലുണ്ടായിരുന്നു. ഫോർ ദ കൊയാഗുലേഷൻ ഓഫ് റബ്ബർ. റബ്ബർ. ഇനി എന്താണ്? സിട്രിക് ആസിഡ്, നാരങ്ങ നീര്. നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കുടിക്കാനല്ലേ. ടു മേക്ക് ഡ്രിങ്ക്, പാനീയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ. നമ്മൾ എന്തിനാണ് ഉണ്ടാക്കുന്നത്? പാനീയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സിട്രിക് ആസിഡ്. നാരങ്ങയിലാണ് സിട്രിക് ആസിഡ് ഉള്ളത് അല്ലേ. ഇനി സൾഫ്യൂരിക് ആസിഡ് ഇൻ മോട്ടോർ വെഹിക്കിൾ ബാറ്ററീസ് ആൻഡ് ഫോർ മാനുഫാക്ചറിങ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. നമ്മളുടെ വണ്ടികളുടെ ബാറ്ററിക്കുള്ളിൽ ഒഴിക്കുന്നത് ആരെയാണ്? സൾഫ്യൂരിക് ആസിഡാണ്. പിന്നെ നമ്മൾ എന്താണ്? രാസകീടനാശിനികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യാറുണ്ട്. ഇനി അടുത്തത് നൈട്രിക് ആസിഡ്. ടു മേക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെയിൻറ്റ് ആൻഡ് ഡൈസ്. നമ്മളുടെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്താണ്? രാസകീടനാശിനികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പെയിൻറ്റ്, ചായങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ആരെയാണ് യൂസ് ചെയ്യുന്നത്? നൈട്രിക് ആസിഡാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ടാനിക് ആസിഡ്. ടു മേക്ക് ലെതർ ആൻഡ് ഇങ്ക് അല്ലെ, തുകൽ ആൻഡ് മഷി ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ടാനിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. ഇനി കാർബോണിക് ആസിഡ് ഇൻ സോഡ വാട്ടർ ആൻഡ് കാർബണേറ്റഡ് ഡ്രിങ്ക്. എന്താണ്? കാർബോണിക് ആസിഡ്, കാർബോണിക് ഇൻ സോഡ വാട്ടർ ആൻഡ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ്. സോഡ വാട്ടർ എന്ന് പറഞ്ഞാൽ സോഡ കുടിച്ചിട്ടില്ലേ നിങ്ങൾ ഇല്ലേ? അതും കാർബണേറ്റഡ് ഡ്രിങ്ക്സ്. ഏതൊക്കെയാണ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്? സോഡനെ പോലെയുള്ള പാനീയങ്ങൾ നിങ്ങൾ ഏതൊക്കെയാണ് കണ്ടിട്ടുള്ളത്? പെപ്സി, സ്പ്രൈറ്റ് അല്ലേ, അതൊക്കെ എന്താണ്? കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആണ്. അപ്പം അതിലുള്ളത് ഏതാണ്? കാർബോണിക് ആസിഡാണ് അതിലൊക്കെ ഉള്ളത്. ഓക്കെ. അപ്പം നമ്മൾ ഇത് ഇങ്ങനെയായിരിക്കില്ല കേട്ടോ ചോദിക്കുക. എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക? പാനീയങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? അപ്പം നിങ്ങൾ എന്തെഴുതും? സിട്രിക് ആസിഡ്. ഇനി മോട്ടോർ വെഹിക്കിളിലെ ബാറ്ററീസിൽ യൂസ് ചെയ്യുന്ന ആസിഡ് ഏതാണ്? അപ്പം നമ്മൾ എന്തെഴുതണം? സൾഫ്യൂരിക് ആസിഡ്. മനസ്സിലായില്ലേ?
ആ രീതിയിലായിരിക്കും ചോദ്യം വരാം. തിരിച്ചു ചോദിച്ചാലും മറിച്ച് ചോദിച്ചാലും നമ്മൾ എന്തായിരിക്കും ഉത്തരം എഴുതാൻ റെഡി ആയിരിക്കണം. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കാം കേട്ടോ. നമുക്ക് ആസിഡുകളുടെ ഉപയോഗം പഠിച്ചു. അപ്പോൾ ആസിഡിന് മാത്രം ഉപയോഗമുള്ളൂ, ബേസുകൾക്ക് ഉപയോഗമില്ലേ? ഉണ്ട്. ഏതൊക്കെയാണ് ബേസുകൾ കൊണ്ടുള്ള ഉപയോഗം നോക്കാം. ഏതാണ് ഫസ്റ്റത്തെ ബേസ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, ചുണ്ണാമ്പ് വെള്ളം അല്ലേ? എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഗ്ലാസ് നിർമ്മാണത്തിനും. പിന്നെ നമ്മുടെ ഈ ചുണ്ണാമ്പ് നിങ്ങൾ കണ്ടിട്ടില്ലേ? തെങ്ങിൻ്റെ കുറച്ച് തടത്തിൻ്റെ ഇങ്ങനെ ചുറ്റും കടയിലല്ല കൊണ്ടുവന്നിട്ട് കൊടുക്കുക, തെങ്ങിൻ്റെ കടക്കയിലല്ലാണ്ട് ഇങ്ങനെ കുറച്ച് മാറി ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ കണ്ടിട്ടില്ലേ? എന്തിനാണ്? ആ മണ്ണിലുള്ള ആസിഡിറ്റി കുറയാൻ വേണ്ടിയിട്ടാണ്. ആസിഡിൻ്റെ അളവ് ആ മണ്ണിൽ കൂടുതലുണ്ടെങ്കിൽ അത് കുറഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് ഒരു തീശ ചുണ്ണാമ്പ് കതറി കൊടുക്കാൻ കണ്ടിട്ടില്ലേ? നിങ്ങൾ കൃഷി ചെയ്യുന്നവരൊക്കെ വീട്ടിൽ കണ്ടിട്ടുണ്ട് അല്ലേ? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുണ്ണാമ്പാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ അത് ഗ്ലാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പിന്നെ സോയിലിലെ ആസിഡിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും. ഗ്ലാസ് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക, ഗ്ലാസ് മാനുഫാക്ചറിങ്. പിന്നെ എന്താണ്? ടു റെഡ്യൂസ് ദ ആസിഡിറ്റി ഓഫ് സോയിലിലെ ആസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്തിനാണ്? ടു മേക്ക് സോപ്പ്, പേപ്പർ ആൻഡ് റയോൺ. നമുക്ക് സോപ്പ് ഉണ്ടാക്കാനും പേപ്പർ ഉണ്ടാക്കാനും ഒക്കെ യൂസ് ചെയ്യുന്നത് ആരാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇനി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ടു മേക്ക് സോഫ്റ്റ് സോപ്പ്. ടു മേക്ക് സോഫ്റ്റ് സോപ്പ് ആരാണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. സോപ്പ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും എഴുതാം. ഇനി അലുമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ മെഡിസിൻസ്. എന്തിനാണ്? മെഡിസിൻസ്.